ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ കട വലുതാക്കും, സ്റ്റോറേജ് റൂം വലുതാക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് കുറച്ചൊന്ന് തീർക്കണമല്ലോ. ഞാൻ കുറച്ച് ഓഫ്ലൈനൊക്കെ ചെയ്തു, ഗ്രൈൻഡൊക്കെ ചെയ്തു. ഒരു 3973 രൂപ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഉള്ളത് എടുത്ത് വെക്കാം, എന്നിട്ട് കട തുറക്കാം, എന്നിട്ട് സ്റ്റോക്കൊക്കെ അങ്ങോട്ട് തീരട്ടെ. അല്ല, കട തുറന്നോട്ടെ, ഒന്ന് വാങ്ങിക്കട്ടെ ആൾക്കാരെ അങ്ങോട്ട് വാങ്ങിക്കട്ടെ. എന്ന് തീർന്നാ അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും എടാ ഇതൊക്കെ സാധനം ഉണ്ടല്ലോ. ഇന്ന് നമുക്ക് സ്റ്റോറേജ് റൂം വാങ്ങിക്കണം. സ്റ്റോറേജ് റൂമിന്റെ സെക്കൻഡ് ആ പിന്നെ ഈ കട നമുക്ക് ഇതോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതങ്ങോട്ട് വലുതാവും തോന്നുന്നു. ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് ലോക്കുറക്കുള്ളൂ തോന്നുന്നു. ഇതിലേക്ക് നോക്കാം. ഇന്ന് കുറെ സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആവും. ഓ വെയിറ്റ്, ഇത് ഇന്ന് വല്ല സാധനങ്ങൾ ബ്രെഡിന് വില പറഞ്ഞിട്ടുണ്ട്. 5 മതി. പിന്നെ എന്തിനേലും ഓയിലിന് വില കൂടിയിട്ടുണ്ട്. ഓ 4.5 ഇരിക്കട്ടെ. ക്ലിയറൻസ് ആണ്, സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ഇന്നത്തെ. വലിയ കൂടുതൽ റേറ്റ് ഒന്നുമില്ല. കോഴിമുട്ട വില കുറഞ്ഞിട്ടുണ്ട്, ഫ്ലോർ വില കുറഞ്ഞിട്ടുണ്ട്. ഓ നല്ല വില കുറഞ്ഞില്ല കോഴിമുട്ട. ഫ്ലോർ ഫ്ലോർ അല്ലെങ്കിൽ സ്റ്റോക്ക് കുറവാ, കുഴപ്പമില്ല. ഈ ഫ്ലോറാണ്. സോറി 34.10. ആയിക്കോട്ടെ. അപ്പൊ കച്ചവടം നിർത്തിട്ട് വേണം കടയിൽ താക്കാൻ. പെട്ടെന്ന് വാങ്ങിട്ട് പോ എല്ലാവരും. എല്ലായിടത്തോ കാലി ആയിക്കോ. ഒരു ആപ്പിൾ ജ്യൂസ് മാത്രം മതിയാ? ശരി. അപ്പോ അടുത്തൊരു വീഡിയോ നമുക്ക് ലൈക്ക് കുറച്ച് കാശ് ചിലവാക്കണം കടയിൽ. ഒരു $5000 ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് $5000 ചിലവാക്കിയിട്ടേ കട ഉറക്കുള്ളൂ എന്ന് പറഞ്ഞേക്കാം. അടുത്ത വീഡിയോ അപ്പോൾ അതാവും. സ്പെൻഡിങ് $5000 എ ഡേ. കുറെ കാശ് ഞാൻ പൊട്ടിക്കും. ഇന്നത്തെ സ്റ്റോക്ക് മൊത്തം തീർക്കണം, അതാണ് ഇന്നത്തെ നമ്മളത്. ഈ പുറത്തിരിക്കുന്ന പെട്ടിയൊക്കെ കാലിയാക്കണം. കട വലുതാക്കുമ്പോൾ പെട്ടി അവിടെ ഇവിടെ ഒക്കെ ഇരിക്കണ വായിക്കുമ്പോൾ മോശമാണ്. അപ്പോൾ കട വലുതാക്കിയേ പറ്റൂ. കട വലുതാക്കല്ല, ആ പെട്ടിയൊക്കെ എടുത്ത് കാലിയാക്കിയേ പറ്റൂ. സ്റ്റോറേജ് റൂമിൽ എന്തിനുണ്ടാ? ഇതുണ്ട്. എന്നിട്ടാണാ പെട്ടി കൊണ്ടുവരുന്നത്? എന്താ? അരി എല്ലാം കാലിയാക്കും. അങ്ങനെയല്ല, മറ്റേ ഈ ബോക്സസ് കേട്ടാ. കടയിരിക്കുന്ന സാധനങ്ങളൊന്നും കാലിയൊന്നും തോന്നുന്നില്ല. ഇന്ന് ചൂടായതുകൊണ്ടാണ് എല്ലാരും കൂൾ ഡ്രിങ്ക്സ് ആണ് ഫുൾ വാങ്ങിക്കുന്നത്. കൂൾ ഡ്രിങ്ക്സ് നോമ്പില്ല ഒരുക്കുന്നോ. 59. നമ്മൾ മറ്റേ റെക്കോർഡ് ആരും പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതുവരെ. $83 ആയിരുന്നു മറ്റേ ഏറ്റവും കൂടുതൽ വാങ്ങിയത്. അതിൻ്റെ മുകളിലേക്ക് വാങ്ങിയിട്ടില്ല. താങ്ക് യു. കുറേ ഉണ്ടല്ലേ. ബാക്കിയൊന്നുമില്ല. എടാ ചില്ലറ താടാ, എന്താടാ സ്റ്റോക്കൊക്കെ നിർത്തിട്ട്.
ഉപ്പ് കഴിഞ്ഞു. ഒരു ഒറ്റ കുപ്പി ഉപ്പ് വെക്കാനാണ് അത്രയും നേരം. അവിടെ ഇതിനൊന്നുമില്ലേ? ഉണ്ടല്ലോ. ഇന്ന് $5000 ഉണ്ടാക്കാൻ പറ്റുമോ? ശേ, അടുത്ത വീഡിയോയിൽ അപ്പൊ നമുക്ക് $5000 ചെലവാക്കേണ്ടത്. അപ്പൊ നമുക്ക് സകല പ്രൊഡക്റ്റ് ലൈസൻസും വാങ്ങിക്കേണ്ടി വരും. പിന്നെ സ്റ്റോറേജ് റൂം ഫുൾ ആക്കേണ്ടി വരും വിചാരിക്കുന്നത് കേട്ടാ. പറയാൻ പറ്റില്ല. ചിലപ്പോ കുറച്ച് സാധനം സ്റ്റോക്ക് ഇടുമ്പത്തിനും കാശ് കഴിഞ്ഞാൽ മൂഞ്ചി. ലോണൊന്നും എടുക്കണെ കുറിച്ച് എനിക്ക് ആലോചിക്കാനേ വയ്യ. അയ്യോ, ഓ ഇന്നത്തെ കച്ചവടം തീരാനായി. 1080. അവിടെ ഇന്നത്തെ കച്ചവടം കൊണ്ട് സ്റ്റോക്കിൽ വലിയ വ്യത്യാസം കാണുന്നില്ല അല്ലേ? ഇട്ടട്ടെ. ഞാൻ ബില്ല് വല്ലതും അടക്കാണ്ട? ബിൽസ് ഇല്ല. ആ ഉണ്ട്. $50 കേട്ടോ ഇവിടുത്തെ ഒരു ദിവസം റെന്റ്. അരി ആർക്കും വേണ്ടേ? അരി വില ഓർക്കാം. 6.7 എടുത്തോ. ഈ കുപ്പിയുടെ ഐറ്റംസ് ഒക്കെ ഒരു ഷേക്ക് ആക്കണം. നമുക്കൊന്ന് ഓർഡർ ചെയ്യാണ്ട് എല്ലാതും. തീർന്നു. പെട്ടിയൊക്കെ കല്ലിൽ തുടങ്ങി. എടാ ആൾക്കാർ കൂടിയെന്നാ. 57. ആരും മറ്റേ റെക്കോർഡ് വെട്ടിക്കാൻ നോക്കുന്നില്ല. സാറിനെ കണ്ടാലറിയാം ഒരു $100 സാധനം വാങ്ങിക്കാൻ പറ്റുന്നു. ഒന്ന് ശ്രമിക്കൂടെ? അടുത്ത പ്രാവശ്യം ഔട്ട പോലെ. ആ ഓക്കെ സാർ. ആ ഇല്ല, 64 ആയിട്ടുള്ളൂ. പോരാ. കാപ്പിപ്പൊടിക്കും കാർഡ് എടുക്കണല്ലേ? കുറച്ചുള്ളല്ലേ സാർ? അയ്യോ, $1. താങ്ക് യു സാർ. ബാക്കി കാത്തിരിക്കുന്നു. കണ്ട വില കുറച്ചപ്പോൾ കറക്റ്റ് സാധനം തീർന്നു. എൻ്റെ സൗണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടാ. ചെറുതായിട്ട് കോൾഡ് ഉണ്ട്. പക്ഷെ ഞാൻ തന്നെയാണത്. അപ്പോ ഇവിടെ കോള തീർന്നാ? സാധനം ഈ പച്ചവെള്ളം കുറച്ച് വില ഓർക്കണമല്ല. 3.3. അതിൽ വന്നെടുത്തോ. എടുത്തോ വില കുറച്ചുണ്ട്. പൊട്ടി. ഓ 5000 അടിച്ചില്ല ചേട്ടാ. പാസ്തൊക്കെ കഴിഞ്ഞ്. അടുത്ത ദിവസം 38. 27.80 കഴിഞ്ഞ. ഇതൊരു കുപ്പി ഞാൻ എന്ത് ചെയ്യും? പലവടിയിൽ എല്ലാ സ്റ്റോക്കും കാലിയായി കേട്ടാ. ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ വിളിപ്പിക്കാം. എന്നിട്ട് ഇതാക്കുന്നതും നല്ലത്. 1124 രൂപ. അല്ല രൂപ അല്ല, $. ബ്രെഡിന് വീണ്ടും വില പറഞ്ഞ്. ടീ ബ്ലാക്കിന് കൂടി. ടീ ബ്ലാക്ക് ഇതാണ്. അല്ല ഇതാണ് ടീ ബ്ലാക്ക്. 5. ഓ ഓക്കെ. 6.3. ബ്രെഡ് എവിടെ? 4. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സാധനം വാങ്ങിക്കാം. അല്ല സാധനം മീൻസ് കട വലുതാക്കാൻ പോവാണ്. സെക്ഷൻ 3. സെക്ഷൻ 4 വേണ്ട. സെക്ഷൻ 4 ഒക്കെ അടുത്തേക്കാം. അപ്പൊ സ്റ്റോറേജ് റൂം കൂടി വലുതാക്കാൻ നോക്ക്. സ്റ്റോറേജ് റൂം വലുതാക്കി. എടാ ഇനിയും വലുതാക്കാൻ പറ്റുമോ? വേണ്ട. ആദ്യം നമുക്കിപ്പോൾ വലുതാക്കി ഒന്ന് സെറ്റ് ചെയ്യാം. ഓ അതന്നെ ചേട്ടാ. അയ്യോ, അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് മുട്ടിച്ചിടാം.
ഇതാണ് പ്രശ്നം. ആ അവിടെ കുറച്ചങ്ങോട്ട്. ആ സെറ്റ്, കുഴപ്പമില്ല. അവിടെ ഇരി. കട അങ്ങനെ വലുതായി നമ്മുടെ. ഏതാലേ ബിസിനസ് തന്നെ. ഓ കുറച്ച് ലൈറ്റ് വാങ്ങി വെക്കാണ്ട്. ഞാൻ മറന്ന്, ഡെയിലി മറക്കും അത്. കടയിൽ വെളിച്ചല്ലാണ്ട് ആൾക്കാരൊക്കെ രാത്രി അങ്ങോട്ട് കൊണ്ട് കണ്ട പേടിച്ചോടും. എടാ എടാ ഓക്കെ. എടാ സാധനം കഴിഞ്ഞാ? ഇത്രയുള്ള നമ്മളെ കട? എവിടാ? ഇത്രയും ചെറുതായിരുന്നല്ലേ? ആ ഓക്കെ. മാർക്കറ്റ്, ഫർണിച്ചർ, ഇതൊരെണ്ണം. വരട്ടെ സാധനം വരട്ടെ. എവിടാ? നോ ഫ്രിഡ്ജ്. ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കാണ്ട്. നമുക്ക് അടുത്തതിൽ ഓർഡർ ആക്കാം. ഇന്ന് നമുക്ക് എനിക്ക് അധികം പണിയെടുക്കാൻ വയ്യ, പറഞ്ഞല്ലോ കോൾഡാണ്. അപ്പോൾ വീഡിയോ മിസ്സാന്ന് വെച്ചിട്ട് എടുക്കുന്നതാ. അപ്പോൾ നമുക്കിന്ന് ഈ ഗ്രോത്ത്, അയ്യോ ഇത് അങ്ങോട്ട് അടുപ്പിച്ചിരിക്കും ഷെൽഫേ, ബുദ്ധിമുട്ടിക്കല്ലേ. ആ ഇതെന്താ? ഓ ലൈറ്റ് ഒരെണ്ണം മതിയാവില്ലത്. ഒരു മൂന്നെണ്ണം കണ്ട് 4 7 ലൈറ്റ് വേണം. 7 ലൈറ്റ്. അയ്യോ, അപ്പൊ നമുക്കൊരു 7 ലൈറ്റ് അങ്ങോട്ട് വാങ്ങിക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ലൈറ്റ് വന്നിട്ടുണ്ട്. എവിടാ ഇത്? ഈ ലൈറ്റ് ഇന്ന് രാത്രി കത്തി നിൽക്കും നമ്മളെ കട. തികയില്ല കേട്ടോ, അതിനും വേണ്ടി വരും തോന്നണം. 2 കൂടി വേണ്ടി വരും. മോർ ലൈറ്റ് നീഡഡ്. ഓർഡർ എത്തിക്കരുത് നമ്മൾ. ആ ഓക്കെ സെറ്റ്. അപ്പോ മുട്ട അപ്പൊ നമ്മളങ്ങനെ കട വലുതാക്കിയിട്ടുണ്ട്. പക്ഷെ സ്റ്റോറേജ് റൂമും വലുതാക്കിയിട്ടില്ല. സ്റ്റോറേജ് റൂം വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ. സ്റ്റോറേജ് റൂം നമുക്കൊരു 2 ഷെൽഫും കൂടി വാങ്ങിയിട്ടല്ലോ. ഓക്കെ. സ്റ്റോറേജ് റാക്ക്. സ്മോൾ റാക്കത്ത് തന്നെ ആയിരിക്കുമല്ലേ? അതിനായിരിക്കും. അയ്യോ സാധനം വന്നു. ഒരു ബുദ്ധിമുട്ട് വരെ ഇരിക്കാൻ. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഓ ഇതാ തന്നെ, മറ്റേ തലരിച്ചിട്ടുണ്ട് സാധനമായിരുന്നു. ഷിറ്റ്.
ഓക്കെ, അങ്ങനെ 2 ഷെൽഫായി. സ്റ്റിക്കറൊക്കെ കടത്തി കളയും. എന്ത് എവിടെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ജസ്റ്റ് ഇന്ന് ഷെൽഫിലോട്ടുള്ള കുറച്ച് സാധനം വാങ്ങിക്കാം. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്തുവാണ്. എന്തൊക്കെ വാങ്ങിക്കും എല്ലാം ഓരോ പാക്കറ്റ് വെച്ച് വാങ്ങിക്കാം. 1 2 3 4 5 6 7 8 9. ഇത് 9 എണ്ണം നോക്കട്ടെ. ഓക്കെ, ഉപ്പ് വരെയുള്ള ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. 2 4 ഓക്കെ, സെറ്റ്. അയ്യോ, കുറണ്ടല്ലത് തികയില്ല, ഇനി വേണ്ടി വരും. നമുക്ക് വാങ്ങിയൊക്കെ ഒന്ന് നിരത്തി വെച്ചതിൻ്റെ ശേഷം പുതിയ വാങ്ങിക്കാം. അവിടെ സ്റ്റോറേജ് റൂം വലുതാക്കിയിട്ട് തുറന്നില്ലല്ല. ഡോർ തുറന്നില്ല, സ്റ്റോറേജ് റൂം വലുതാക്കിയിട്ടും. ഐ തിങ്ക് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ലെവലപ്പ് ആക്കേണ്ടി വരും. കുഴപ്പമില്ല, അടുത്ത വീഡിയോയിൽ നമുക്ക് അതും ലെവലപ്പ് ആക്കിയേക്കാം. ഇന്ന് ഓർഡറൊന്നുമില്ല, അങ്ങോട്ട് വെക്കും തന്നെ. ഓക്കെ, അത് തീർന്നു. ഉണ്ടോ? ഇല്ല. യൂസ് ഇനി ഞാൻ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് ഒരു $5000 ഓഫ്ലൈനിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ഒരു $5000 ആയിട്ട് വരാം. അല്ലെങ്കിൽ $5000 ആക്കാവുന്ന സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ട് അടുത്ത ദിവസം നമുക്ക് വന്നിട്ട് ഒരു ദിവസം കട തുറന്ന് എന്നിട്ട് സാധനങ്ങളൊക്കെ വിറ്റതിന് ശേഷം $5000 നമുക്ക് സ്പെൻഡ് ചെയ്യാം. കുറേ സാധനം വാങ്ങിക്കും. ഷെൽഫ് അങ്ങനത്തെ ഇഷ്ടംപോലെ ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ട്. ഇനിയും ഫ്രിഡ്ജ് വാങ്ങിക്കണം, പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കണം, എല്ലാം വാങ്ങിക്കാം, ഒരു പ്രശ്നമില്ല. എന്തിനത്? കഴിഞ്ഞ ഡിമാൻഡുള്ള സാധനം അത്. ബോട്ടിൽ ഓഫ് വാട്ടർസ് അല്ല, വാട്ടർ ബോട്ടിൽസ്. എടാ, ഇതൊരെണ്ണം ബാക്കി ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഓ ഷിറ്റ്. അത് കറക്റ്റ് ചേട്ടാ, കറക്റ്റ് ഒരു പെട്ടി തകനി. ഓ, ഇത് കഴിഞ്ഞതിൽ സാധനം ഫുള്ളി തീർന്നായിരുന്നു. ഷെൽഫ് കാലിയായിരുന്നു, കാലി. ഇതും കാര്യവും. ഓ ഓ, തീർന്നു. ഇതൊരു റോട്ടിയൊക്കെ ഇട്ടിട്ട് വാങ്ങിക്കണമാർക്ക് ഉളുപ്പില്ലേ? കാശ് കൊടുത്ത് വാങ്ങിക്കണ സാധനല്ലേ? ചീസ് തീർന്നാ. നമുക്ക് വേറൊരു കാര്യം ചെയ്തേക്കണം. ഈ വില കുറയുന്ന സാധനം, നല്ല രീതിയിൽ വില കുറയുന്ന സാധനം നമുക്ക് സ്റ്റോക്ക് വാരി വെക്കണം. നമുക്ക് വില കുറഞ്ഞ സാധനം നല്ല രീതിയിൽ സ്റ്റോക്ക് വെക്കണം. അതാകുമ്പോൾ വില കൂടുന്ന ദിവസം നമുക്ക് ലാഭമല്ലേ? ഏതാലേ കഴിഞ്ഞ കട ഓർക്കാം. സാധനം വാങ്ങിക്കട്ടെ ആൾക്കാർ. എന്താ കുറവുള്ളത്? ഓയില്, ചോപ്പ് ഫ്ലോറ്, ഹോട്ടല്ല പിന്നെന്തായിരുന്നു? അയ്യോ, ഓയില്, ചീസ്, ഷുഗർ, വെള്ളക്കുപ്പി, ചീസ്, ഷുഗർ,
വാട്ടർ ബോട്ടിൽസ്. ആ ഇല്ല വന്ന അല്ല വരട്ടെ. എടാ നമ്മൾ ഇന്ന് തന്നെ $3000 പൊട്ടിച്ചു ചേട്ടാ. ഇതെങ്ങനെ ഞാൻ വീണ്ടും ഓർഡർ ചെയ്ത്? ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ ഇത്. അപ്പൊ എന്തോ സാധനം ഞാൻ വിട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ബസ്മതി അരിയാ വന്നത്. ഞാൻ എന്തോ സാധനം ഓർഡർ ചെയ്തേക്ക്. അതെങ്ങനെ പറയുന്നൊരു ആൾക്കാർക്ക് അവിടെ സാധനം ഇരിക്കുന്നൊരു പ്രശ്നമുള്ളതല്ല. അവരതിന്റെ മുകളിൽ കിടന്നു, ഒരു കുഴപ്പമില്ലാന്ന്. ഓക്കെ അപ്പൊ ഞാൻ വെള്ളക്കുപ്പിയുടെ പകരമാണ് ബാസ്മതി അരി വാങ്ങിയത്. ഓ 70. ഫസ്റ്റത്തെ ദിവസത്തെ കച്ചവടം കൊള്ളാം കേട്ടാ. ഫസ്റ്റത്തെ ഓടാ മോനെ 80 വെട്ടിച്ചില്ല. അല്ല ഫസ്റ്റത്തെ ദിവസമല്ല, ദിവസത്തിലത്തെ ഫസ്റ്റ് കച്ചവടം കൊള്ളാറ്. സോറി. 40 പൈസ കൊടുക്കണ്ടടുത്തവന് ഞാൻ $40 എടുത്തു കൊടുത്തു. ഇപ്പോ അയ്യോ അവരത് വാങ്ങി പോവുകയും ചെയ്ത് അല്ലേ? ആ അതെ. ഇതൊരു പരിപാടിയാ കാണിച്ച്. അവനൊന്ന് പറഞ്ഞോടായിരുന്നാ? അവനത് കിട്ടിയോ വാങ്ങിച്ചു പോയി. ദിവസത്തിലെ ഫസ്റ്റത്തെ കച്ചവടം കൊള്ളായിരുന്നെങ്കിലും ഒരു കച്ചവടം അത് കൊണ്ടുപോയി. അവസ്ഥ നോക്കണേ എന്തായാലും. എല്ലാരും നല്ല സാധനം വാങ്ങിക്കുന്നുണ്ടല്ലോ. കട വലുതാക്കിയോണ്ടാണോ? ഓക്കെ 24. പോട്ടെ. എടാ ഇന്ന് കട കാലിയാക്കുന്നില്ല കേട്ടാ. ഇന്ന് ഞാൻ സാധാ കച്ചവടമാണ്. നിങ്ങളൊക്കെ എന്തേലും ഇന്നലെ ഇതൊക്കെ വേണ്ടിയത്. എന്തായാലും വാങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ലല്ലേ. നിരത്തി വാങ്ങിക്കണം കേട്ടാ. 4-5 പെട്ടിയൊക്കെ വെച്ചിട്ട് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങള്. ഓരോന്നുള്ള പെട്ടിയൊക്കെ കാലിയാക്കട്ടെ. മറ്റവനാ ചില്ലറ ഷുഗർ. അല്ല ഇവിടെ എന്തോ സാധനം സ്റ്റോക്ക് വരുന്നല്ലോ. വെള്ളക്കുപ്പി. ഞാൻ ഒരു സാധനം തന്നെ 2 പ്രാവശ്യം ബില്ലടിച്ച് പോകണം കേട്ടോ. ഇപ്പോൾ തൊട്ട് 2 പ്രാവശ്യം കിട്ടിയ ഒരു സാധനത്തുമ്പോൾ തന്നെ. ചേട്ടാ ഗ്യാപ്പൊക്കെ കൊണ്ടൊക്കെ അടുപ്പിച്ചേക്കല്ലേ. ഓ 87 വെട്ടിച്ചി നോക്കി കേട്ടെ. ആദ്യമായിട്ടാണ് കേട്ടാ വന്നിട്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അയാള് വെട്ടിച്ച് 87.
ന്യൂ റെക്കോർഡ്. സാറൊരു കില്ലാടി തന്നെ. എത്ര സാധനമായി? 93. എത്ര ഇരുന്നത് ശ്രദ്ധിച്ചില്ല. അയ്യോ 62. രാത്രി ലൈറ്റ് ഇട്ടില്ല തരെ. ഓ ലൈറ്റ്. ഓ വെളിച്ചായി കേട്ടാ. വിഷയായി. നടുക്കലും കൂടി ഒരു ലൈറ്റ് വെക്കടാ. പറയട്ടെ നിങ്ങൾ പറ. നടുക്കലും കൂടി ഒരു റോ വെക്കണമെങ്കിൽ വെക്കാം. എപ്പിസോഡാ. എടാ എന്തൊക്കെ സാധനങ്ങൾ ഇല്ലാന്ന് പറയുന്നുണ്ട് കേട്ടാ ഓരോരുത്തര്. കൊറേ സാധനം എടാ. അയ്യോ കംപ്ലൈന്റ് ഒക്കെ പറയുന്നു. ബസ്പതിയോട് 2 വിട്ടിരിക്കുന്നു. ഇതൊക്കെ സ്പെഗറ്റി അല്ലേ താഴെ? സ്പെഗറ്റി അരിയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പോയി വാങ്ങിക്കോ കേട്ടോ. എനിക്ക് അവിടെ അടച്ചിട്ടില്ല. പലുണ്ട്. റീസ്റ്റോക്കർ ഇല്ലാത്തോണ്ടാണ് ഇതൊക്കെ പ്രശ്നം. റീസ്റ്റോക്കർ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നാല്. ഓ ചില്ലറ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇവിടെ ഇതൊക്കെ സാധനം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ. എന്ത് സാധനം? എടാ ഇതൊക്കെ തീരണ്ടേതായിരുന്നു. അവിടെ സാധനം എടുത്ത് വെക്കാത്തോണ്ട് ഓ ഒരെണ്ണം. അത് തീർന്നു. എന്താ ഏറെക്കുറെ ഇന്ന് നല്ല കച്ചവടമായിരുന്നു കേട്ടാ. ഇന്ന് വിഷയം കച്ചവടമായിരുന്നു കടയില്. ആ ഫസ്റ്റത്തെ ആളിനെ വന്നേക്ക് തന്നെ വിഷയമായി. ഒക്കെ കാലിയാക്കട്ടെ എന്നിട്ട് കട എടുക്കാം. ഓക്കെ. അപ്പോൾ ഏറെക്കുറെ എല്ലാ സാധനം നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കട അടക്കുവാണ്. കട അടക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്കൊരു $5000 ഉണ്ടാക്കിയിട്ട് കാണാം. $5000 ഞാൻ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യട്ടെ. അപ്പോൾ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ താങ്ക് യു. ബൈ.